ആർത്തബാന്റെ കഥ പറഞ്ഞ് ബാക്കി പറയാൻ മറന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ആർത്തബാന് മറ്റു 3 പേരുടെ കൂടെ പോകാൻ പറ്റിയില്ല. കാരണം ഒരു കുട്ടിയെ രക്ഷിക്കാൻ പോയി. പിന്നീട് കഥ പറയുന്നത് 33 വർഷം ഈശോയെ തപ്പുവാൻ. അത്രയും വരെ ഞാൻ പറഞ്ഞുള്ളൂ. അവിടെ ഇവിടെ എല്ലാം ചോദിച്ചു, യേശുവിനെ എവിടെ കാണാം, യേശുവിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചാക്ക് കണക്കിന് ആ സ്വർണവും മീറായും കുന്തിരിക്കും ഉണ്ട്. വന്ന വഴിക്കെല്ലാം ഒത്തിരി പാവപ്പെട്ടവരെ കണ്ടു. പുള്ളിയുടെ ഹൃദയം കരുണയും ആർദ്രവും ഉള്ളതായിരുന്നു. അവർക്കെല്ലാം ഈ സ്വർണവും അത് ഇത് കൊടുത്തു പോയി. അപ്പോൾ ഈ 33 വർഷവും തൻ്റെ കയ്യിലുണ്ടായത് മുഴുവൻ കൊടുത്തു. അപ്പോൾ ഓർക്കണമേ, ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ അഥവാ അനുഭവത്തിൻ്റെ ഒരു വശം, അതായത് മാനസാന്തരത്തിന് പറ്റിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞത് ആ ക്ലാസ് ഇല്ലേ. അപ്പോൾ ഇവൻ്റെ ക്രിസ്മസ് അതായിരുന്നു. അതായത് ചുറ്റുപാട് കണ്ട പാവങ്ങൾക്കെല്ലാം അവരെല്ലാം ഈശോ ആണെന്ന് കണ്ടുകൊണ്ട് സഹായം കൊടുത്തു. അവിടുന്ന് അദ്ദേഹം ബെത്ലഹേമിലല്ല എത്തുന്നത്, ജെറൂസലമിലാണ്. കാരണം വലിയൊരു ബഹളം കേട്ടു. ഒരു മനുഷ്യൻ കഴുതപ്പുറത്ത് പോകുന്നതും ജയ് വിളിക്കുന്നതും രാജാതിരാജനെ വിളിച്ചു പറയുന്നതും ഹോശാന പാടുന്നതുമല്ല. ഇതെല്ലാം കണ്ടപ്പോൾ ആരായിരിക്കണം. അത് കഴിഞ്ഞവൻ ദൂരേനോ അടുത്ത് വന്നപ്പം കാണുന്നത് അവനെ ക്രൂശിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവനോട് ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, അവനാണ് നസറാനായ യേശു, എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലെന്ന്. നമുക്കറിയാം, കുരിശിൽ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, യൂദന്മാരുടെ രാജാവായ നസറാനായ യേശു എന്ന്. അവൻ വായിച്ചു, ദൈവമേ, 33 വർഷം ആയി ഞാൻ അന്വേഷിക്കുന്നു. ഞാൻ മറ്റു 3 പേരുടെയും കൂടെ പോയി കണ്ട് ആ ബെത്ലഹേമിൽ കുമ്പിട്ട് ആരാധിക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ എനിക്ക് പറ്റിയില്ല. അവൻ ക്രൂശിതനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, യേശുവേ, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് സമയത്ത് വരാൻ സാധിച്ചില്ല. എനിക്കിപ്പോൾ അങ്ങേക്ക് തരാൻ ഒന്നുമില്ല, ഒരു പവിഴം മാത്രമുണ്ട്, ബാക്കിയെല്ലാം ഞാൻ പാവങ്ങൾക്ക് കൊടുത്തു. അവനത് പോക്കറ്റിൽ നിന്നെടുത്ത്, കർത്താവേ, ഇതാ അവശേഷിച്ചിരിക്കുന്ന എൻ്റെ പവിഴം എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു. അപ്പോൾ കർത്താവ് കണ്ണടച്ച് തല ചായ്ച്ച് ജീവൻ വെടിഞ്ഞു. അവൻ അത് പോക്കറ്റിലിട്ടു. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു അടിമ പെണ്ണിനെ ന്യായാധിപന്മാർ അടിച്ച് വീടിലേക്ക് കൊണ്ടുപോകുന്നു. അടിമ വ്യാപാരം ഉള്ള സമയമാണല്ലോ. അപ്പോൾ അടിമ പെണ്ണിനെ തല്ലുവാണ്. അപ്പോൾ ഓർത്തു, ഈ പവിഴം കൊടുത്താൽ ആ അടിമ പെണ്ണിനെ വിമോചിപ്പിക്കാൻ കഴിയും. അപ്പോൾ ആ പവിഴം കൊടുത്ത് ആ പെൺകുട്ടിയെ വിമോചിപ്പിച്ചു. അവൻ വീണ്ടും കുരിശിലേക്ക് നോക്കി. അപ്പോൾ കണ്ണു തുറന്ന് കർത്താവ് അവനോട് പറഞ്ഞു, നീ എൻ്റെ മക്കൾക്ക് എന്തെല്ലാം കൊടുത്തുവോ അത് എനിക്കാണ് തന്നത്. അതുകൊണ്ട് ഇന്ന് പറുദീസായി നീ എന്നോടുകൂടി ഉണ്ടായിരിക്കുമെന്ന്. ഹല്ലേലൂയ. ഇത് നല്ല കള്ളനോട് പറഞ്ഞു എന്നാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്, അല്ലേ? ഇത് ബൈബിളിലുള്ളതല്ല കേട്ടോ. ഇത് ഒരു മനക്കെട്ടുകഥയെന്ന് പറഞ്ഞു. അത് മനുഷ്യൻ പറഞ്ഞത് ഒത്തിരി അർത്ഥമുള്ളൊരു കഥയാണ്. അപ്പോൾ നമ്മൾ യേശുവിനെ കാണേണ്ടത്, ഞാൻ പറയും, 4 തലങ്ങളിൽ ആണ്. നമ്പർ 1, നമുക്കറിയാം, അമ്മയുടെ ഉദരത്തിൽ ഈശോ പിറന്നു, ഈശോ അവനെ പ്രസവിച്ചു, ഈശോ ചുറ്റുകടന്ന് അത് സൽപ്രവർത്തികൾ ചെയ്തു. അതിനുശേഷം കാൽവരി പെരുമാറിൽ മരിച്ചു, ഉദ്ധാരം ചെയ്തു 3-ാം ദിവസം. അതിനുശേഷം 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ഇനിയും തീർന്നില്ല. എന്താ പറഞ്ഞത്? ഏറെ താമസിയാതെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വരും. പരിശുദ്ധാത്മാവിലൂടെ വന്ന് ആ വലതുവശത്തിരിക്കുന്ന കർത്താവ് നമ്മോടുകൂടെ വസിക്കുന്നു. അതാണ് എമ്മാനുവൽ. ഹല്ലേലൂയ. അപ്പോൾ 3 വർഷക്കാലം എമ്മാനുവലായി അവരോട് ഉണ്ടായിരുന്ന ആ യേശുനാഥൻ എമ്മാനുവലായി ലോകാവസാനം വരെ ആയിരിക്കുവാനായിട്ട് ആത്മാവായിട്ട് വന്ന് വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈശോ അവിടെ സ്വർഗത്തിലുണ്ടോ? ഉണ്ട്, ഇവിടെയുണ്ട്. അതിനാണ് സർവ്വവ്യാപിയാണ്. ഹല്ലേലൂയ. ഈശോ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. ഇവിടെ അതിരമ്പുഴയുണ്ട്, ഏറ്റുമാനൂരുമുണ്ട്, കോട്ടയത്തുമുണ്ട്, തൃശ്ശൂരുമുണ്ട്, എറണാകുളത്തുമുണ്ട്. ഹല്ലേലൂയ. അതാണ് സർവ്വവ്യാപി. ഇനിയും
നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 13:8 ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം. യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരാൾ തന്നെ. ഹല്ലേലൂയ. ഹെബ്രായർ 13:8. അപ്പോൾ ഓർമ്മയുണ്ടായിരിക്കട്ടെ, ആ യേശുക്രിസ്തു, ആ പിതാവിനും വലതുവശത്തിരിക്കുന്ന കർത്താവ്, നമ്മളെ നോക്കി കാത്തിരിക്കുന്ന ഈശോ ഇന്ന് ഈ ലോകത്തിൽ ആത്മാവിൽ വസിക്കുന്നു. ആ ആത്മാവിലൂടെ അത് നമുക്ക് അവിടുത്തെ കാണാനും അനുഭവിക്കാനും കഴിയും. അങ്ങനെ ധാരാളം പേർ അനുഭവിക്കുന്നുണ്ട് നേരിട്ട് ഈശോ. നമ്പർ 2, വിശുദ്ധ കുർബാന. അത് ഞാൻ പറഞ്ഞു, ഇനിയും കൂടുതൽ പറയാൻ സമയമില്ല. എൻ്റെ പുസ്തകം അങ്ങ് വായിച്ച്, അത് പുസ്തകം മേടിക്കാത്തവർക്ക് ഇന്ന് ബ്രേക്കിൻ്റെ സമയത്ത് പോയി മേടിക്കുക, ഗുണം വരാനായിട്ട്. ഹല്ലേലൂയ. അതെ, ഞാനും കാര്യച്ചൊക്കെ എഴുതി. ഞങ്ങൾ ഒരു എഴുത്തുകാരായിട്ടൊന്നും അല്ല, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി എഴുതുകയാണ്. ഹല്ലേലൂയ. അതെ, ഞാൻ ഓരോ ധ്യാനവും നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, ദൈവമേ മുഴുവൻ പറഞ്ഞില്ലോ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, അത് നിങ്ങൾക്ക് പറയാനുള്ള അങ്ങോട്ട് എഴുതാൻ. ഹല്ലേലൂയ. അങ്ങനെ എഴുതാണിത്. ധ്യാനത്തിൻ്റെ പൂർണ്ണമാകണമെങ്കിൽ ആ പുസ്തകമൊക്കെ മേടിച്ച് വായിച്ചാൽ ഗുണം വരാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ വളരാൻ സാധിക്കും. ഹല്ലേലൂയ. ഞാൻ പച്ച കോട്ടയം ഭാഷയാക്കട്ടെ ഞാൻ പറഞ്ഞത്, ഗുണം വരാൻ. ഹല്ലേലൂയ. ഞാൻ ഗുണം കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് അതൊക്കെ വായിക്കാൻ മേടിച്ചാൽ സിസ്റ്റേഴ്സ് ഉച്ചയ്ക്കും അവിടെ പുസ്തകമൊക്കെ ആയിട്ടിരിക്കും. എൻ്റെ സിസ്റ്റേഴ്സാണ് നിങ്ങൾക്കറിയാം, എൻ്റെ മക്കളാണ്. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് ആരെങ്കിലും അറിയാം ചെറുപ്പക്കാരികൾ 10-30 വയസ്സൊക്കെ ഉള്ളതായിരിക്കും, 25 ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുന്നു, ഒരു ശാങ്ങളമാരും നോക്കുന്നില്ല, ആരും നോക്കുന്നില്ല. എന്നാൽ അവരെ നോക്കാൻ ഒരു യേശു വിളിക്കുന്നുണ്ടെന്ന് അവരോട് പറയും. അവർക്ക് വേണമെങ്കിൽ ആ ജീവിതം സമർപ്പിച്ച് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള അവസരമുണ്ട് കാരിസ്മാരിയൻ മേഴ്സിൽ ഒന്ന് പറയുക. നിങ്ങളുടെ ബന്ധപ്പെട്ടവരായിരിക്കാം, സ്വന്തത്തിൽപ്പെട്ടവരോ അറിയുന്നവരോ ആയിരിക്കാം. അതിൻ്റെ സ്ഥാപകൻ ഞാനാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഒരപ്പൻ എന്ന നിലയിൽ സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, എവിടെയെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിച്ച് അവരെ പറഞ്ഞ് എൻ്റെ അടുക്കലോ സിസ്റ്റേഴ്സിൻ്റെ അടുക്കോ വിട്ട് അവർക്ക് വേണമെങ്കിൽ വന്ന് 1-2 മാസം അവരോട് താമസിക്കാനും അവിടുത്തെ ജീവിത രീതി മനസ്സിലാക്കാനും ഇഷ്ടപ്പെട്ടെങ്കിൽ പോലിച്ചെങ്കിൽ മാത്രം അവിടെ ചേരാനൊക്കെ സാധിക്കും. ഓക്കെ, അത് പറഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞ കൂട്ടത്തിൽ പിന്നീട് മറന്നുപോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവർ, നമുക്ക് രണ്ടാമത് ഈശോയെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ കാണുന്നു. അത് ജീവിക്കുന്ന ഈശോ ആണ്, കാണണം. 2, മൂന്നാമത് ഈശോയെ എൻ്റെ ശരീരത്തിൽ കാണണം. എൻ്റെ 1-ാം ദിവസത്തെ പ്രസംഗം ഓർത്ത്, അതായത് അമ്മയുടെ ഉദരത്തിൽ പിറന്ന ആ യേശു, മാംസമായ യേശു, ആ മാംസമായിട്ട് ഗലീലയായി നടന്ന ഈശോ, കുരിശിൽ തൂങ്ങി മരിച്ച ഈശോ, ആ സ്വർഗത്തിലായിരിക്കുന്ന ഈശോ, അവൻ്റെ ശരീരം എൻ്റെ ശരീരമാണ്. കാരണം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ശരീരമാണ് അവൻ തൻ്റെ ശരീരത്തിൽ ഉൾക്കൊണ്ടത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, എൻ്റെ ആധ്യാത്മിക അനുഭവത്തിൽ ഗോവിന്ദൻകുട്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കേട്ട സ്വരം, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോൾ ജെയിംസെ എന്നോടുകൂടി ഒരു വൈദികനായി നീ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ അമ്മ പരിശുദ്ധ കന്യാമറിയം യേശുവിനെ ഗർഭം ധരിച്ച ആ മാംസത്തിൽ ഞാനുണ്ടായിരുന്നു, നീ ഉണ്ടായിരുന്നു, ഇന്ന് വരെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, ഇനിയും ജനിക്കാനുള്ളവരുമുണ്ട്. ഹല്ലേലൂയ. ആ ഈശോ എടുത്തത് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ മാംസം, ഹ്യൂമാനിറ്റി, മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ മാനവത്വം ആണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ എന്നിൽ ഈശോയെ കാണണം. അതുകൊണ്ടുകൂടാണ് പൗലോസ് പറഞ്ഞത്, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. എവിടെ പോയാലും, ചന്തയിൽ പോയാലും, ഷോപ്പിങ്ങിന് പോയാലും, കേശാലങ്കാരത്തിന് പോയിരിക്കുമ്പോൾ എല്ലാം ഓർക്കും, ഞാൻ ആര്, എൻ്റെ മാന്യത, ഞാൻ എൻ്റെ യേശുവിലാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിലാണ് ആദ്യം ഞാൻ ജന്മം കൊണ്ടത്. അത് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് ഗർഭം ധരിച്ചത്. ഹല്ലേലൂയ. ഈ ബോധ്യങ്ങൾ, ഇതൊക്കെ സത്യങ്ങളാണ് പറയുന്നത്. സത്യം കേട്ടതുകൊണ്ടായില്ല, ബോധ്യം ഉണ്ടാണ്. 4 തിരുസഭയിൽ സഭ ഒരു ശരീരം ആകുന്നു. അത് നിങ്ങൾ അധികം പഠിപ്പിക്കാൻ സമയമില്ലെങ്കിലും പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുകയാണ്. 1 കൊറിന്തോസ് അധ്യായം 12, 1 കൊറിന്തോസ് അധ്യായം 12, വചനം 12. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ
തെക്കും പാനെന്നോ വടക്കും പാനെന്നോ 500-കാരെന്നോ 700-കാരെന്നോ സീറോ മലബാറെന്നോ ലത്തീനെന്നോ അത് യാതൊരു വകഭേദവും കൂടാതെ ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്യാൻ സാധിച്ചു. കൈയടിച്ച കർത്താവിനെ സ്തുതിക്കാം. അതിനുശേഷം അതേ അധ്യായത്തിൽ വ്യക്തമായിട്ട് അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. 27-ാം വചനം, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഉറങ്ങരുത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൈ നെഞ്ചത്ത് വെച്ച്, ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരം ആണ്. ചില അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിച്ചിരിക്കുക. അത് തമാശ അല്ല ഞാൻ ഈ പറഞ്ഞത്. കർത്താവിൻ്റെ വചനത്തിലൂടെ നിങ്ങൾ ആരെന്ന് വ്യക്തമാക്കുകയാണ്. ഞാൻ ഈശോയുടെ ശരീരം ആണ്. നോക്കൂ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഹല്ലേലൂയ. അപ്പൊ നിന്നെ കൂടാതെ സഭയില്ല. അപ്പോൾ നീ സഭയിൽ നിന്ന് പോകുമ്പോൾ കർത്താവിൻ്റെ ശരീരം മുറിക്കുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ഒത്തിരി വേദനയാണ്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലേ, എറണാകുളത്തെ രൂപത മുഴുവൻ മുറിച്ച് കളയാൻ പോവാ. ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നല്ലേ? ആ വേദന ഞാൻ അനുഭവിക്കുന്നു. ഒരു വ്യക്തി സഭയിൽ നിന്ന് പോകുമ്പോഴുള്ള വേദന എനിക്കറിയാം. അപ്പം എൻ്റെ കുശിപ്പോയെന്ന് പറഞ്ഞാൽ പിന്നെ പോട്ടെ, അവിടെയെങ്കിലും ക്രിസ്ത്യാനിയായിട്ടാണല്ലോ. പക്ഷെ മുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ, ഹിന്ദുവിനെയും കല്യാണം കഴിച്ചാൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകുന്നു കേൾക്കുമ്പം പ്രിയ എനിക്ക് രാത്രി കിടന്ന ഉറക്കമില്ല, പകലുമില്ല. വാളുകൊണ്ട് കുത്തുന്ന അനുഭവമാണ്. സത്യം ഞാൻ എൻ്റെ കാര്യം പറയാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ഇന്നും രാവിലെ കേട്ടു, 400-ൽ പരം വൈദികർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു, അവരെല്ലാം സഭയിൽ നിന്ന് പുറത്ത് അടിക്കുകയാണെന്നൊക്കെ. ജനങ്ങളെ അത് മുറിപ്പെടുക അറിയാം. മുറിയുമ്പോൾ വേദന എല്ലാവർക്കും ഉണ്ടില്ലേ? ഇന്നലെ പള്ളിയിൽ ചോദിച്ചു, അച്ചാച്ചൻ്റെ മുറിവിന് വേദനയുണ്ട്. മുറിവുണ്ട്, വേദനയില്ലായിരിക്കും. മുറിവില്ലാത്ത വേദനയില്ലാത്ത മുറിവുണ്ടോ മക്കളെ? ആന്തരികമായ മുറിവുണ്ടായ വേദനയുണ്ട്, പിന്നെയാണോ ശരീരത്തിൻ്റെ? ഹല്ലേലൂയ. അത് ഈശോ വ്യക്തമായിട്ട് അധ്യായം നിങ്ങൾ വായിക്കൂ, പറയാണ്, നിങ്ങൾ എൻ്റെ ശരീരമാണ്, ഓരോരുത്തരും എൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് ഈ 4 തലങ്ങൾ മനസ്സിലിരിക്കട്ടെ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ. ഇനിയും വേറൊരു വിഷയം പറയാനാണ് അത് ഞാൻ 1/2 മണിക്കൂർ ശേഷിച്ചിരിക്കുന്നത് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ചൂട് ഊന്നി പറയാൻ തോന്നിപ്പോകുന്നു. നിങ്ങളൊക്കെ പുൽക്കൂടുണ്ടാക്കാമെന്ന് എനിക്കറിയാം. ഇതൊക്കെ പറഞ്ഞാലും ഇന്ന് വൈകിട്ട് കൊണ്ടോ അത് നാളെ കൊണ്ടോ പുൽക്കൂട് തീർക്കും. സത്യത്തിൽ എന്തായിരിക്കണം പുൽക്കൂട്? ആദ്യം എൻ്റെ ഹൃദയം, 2 എൻ്റെ കുടുംബം. ഈശോ കുടുംബത്തിൽ പറഞ്ഞവനാ അല്ലേ? ഈശോയ്ക്ക് വേണമെങ്കിൽ നേരെ ഒരു നൂലേൽ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാമായിരുന്നു രക്ഷിക്കാൻ. അതിൻ്റെയും ആവശ്യമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഒറ്റ വാക്കുകൊണ്ട് ഇത് മുഴുവൻ സൃഷ്ടിച്ചത് അല്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച കർത്താവിന് ഇതാ ഞാൻ സകലരെയും രക്ഷിച്ചിരിക്കുന്നു എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ അവിടുന്ന് പറഞ്ഞത് ഒരു കുടുംബത്തിലാണ്. ഹല്ലേലൂയ. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കുടുംബമായിട്ടാണ് രക്ഷിക്കുന്നതും. നമുക്കറിയാം പ്രളയകാലത്ത്, നമുക്കറിയാം നോഹയുടെ കാലത്ത് ഒരു കുടുംബമാണ് രക്ഷിക്കപ്പെട്ടത് അല്ലേ? നോഹയും കുടുംബവും, ആ കുടുംബം വഴിയാ പിന്നീട് ലോകം നിലനിന്നത്. ആ കുടുംബം ഏറ്റെടുത്ത മൃഗങ്ങളും അതെ ബാക്കിയെല്ലാം നശിച്ചുപോയി. ഇനിയും സോഡോം ഗൊമോറ തീയിട്ട് നശിപ്പിച്ചു. അവിടെയും ഒരു കുടുംബമാണ് രക്ഷിക്കപ്പെട്ടത്, ലോത്തിൻ്റെ കുടുംബം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് രക്ഷിക്കുന്നത് കുടുംബമായിട്ടാണ്. അപ്പോൾ കർത്താവിൻ്റെ രക്ഷയാണല്ലോ ക്രിസ്മസിൽ നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ? രക്ഷയുടെ സത്വാർത്ത. അത് സന്തോഷത്തിൻ്റെ സത്വാർത്തയാണ്, സ്നേഹത്തിൻ്റെ സത്വാർത്തയാണ്, ശക്തിയുടെ സത്വാർത്തയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് അതെ കുടുംബത്തിൽ. അതുകൊണ്ടാണ് അതെ മറിയത്തെ അമ്മയായി അതെ ഒരു സ്ത്രീയെ, സാധാരണ സ്ത്രീ, അവളുടെ അണ്ടത്തിൽ അതെ ആത്മാവ് ആവസിച്ച് അത്ഭുതകരമായി അതെ ബുദ്ധി കൊണ്ട് അതും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതെ യേശു നമുക്കറിയാം 100% ദൈവവും 100% മനുഷ്യനുമായി തീരുന്നു. ഹല്ലേലൂയ. തൻ്റെ ദൈവികത്വത്തിന് ഒരു മാറ്റവും കൂടാതെ മനുഷ്യത്വത്തെ പൂർണ്ണമായിട്ടും സ്വന്തമാക്കി. അതെ പ്രിയമുള്ളവരെ, അതെ ഇത് രഹസ്യമെന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ
സാധ്യമല്ല. ഇല്ലേ? ഉദാഹരണം, നമ്മൾ കപ്പലണ്ടി കുഴിച്ചിരുന്ന കപ്പലാവ് ഉണ്ടാകുന്നു. എങ്ങനെയാ കപ്പലാവ് മരമായെന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഉണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നറിയോ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്? ശരിയല്ലേ? നമ്മൾ വലിച്ചു വാരി അതെല്ലാം തിന്നുന്നു, അതെല്ലാം ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. തമ്പുരാനെ അതെങ്ങനെയെന്ന് ആൾക്കറിയാം. ഹല്ലേലൂയ. വേണ്ടാത്തെല്ലാം വിസർജിക്കപ്പെടുന്നു. അപ്പോൾ ഓരോ ദിവസവും അത്ഭുതങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലേ? നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാത്ത ഏറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെയാണ് ദൈവിക കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാൻ കാരണം അത് ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം നിങ്ങളോട് പറഞ്ഞല്ലോ, ഏറ്റവും വലിയ വേദന ഞാൻ പറഞ്ഞതാണ്. ഇന്ത്യയിലെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. പണ്ട് കാലത്ത് 6 കൊല്ലം മുമ്പ് വരെ കമ്പ്യൂട്ടറിൽ ഇന്ത്യയിലെ വിവാഹമോചനത്തിൻ്റെ ശതമാനം നോക്കിയാൽ ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു. യൂറോപ്പിലെ കാണാം, ജർമ്മനി 35, ഓസ്ട്രേലിയ, അമേരിക്കയിലെല്ലാം ഇന്ത്യയുടെ പേരില്ല. അപ്പോൾ ഞാൻ അത് അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ലിസ്റ്റിലില്ലാത്തത്? അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ 1% പോലും ഇല്ലായിരുന്നു ഇന്ത്യയിൽ. അതുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ 6.5% അത് വിവാഹമോചനം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും 24 ലക്ഷം വിവാഹമോചനം നടക്കുന്നു. ഇനി അതിൽ ഫസ്റ്റ് പ്രൈസ് വിവാഹമോചനത്തിൻ്റെ സംസ്ഥാനമായി മാറിയത് നമ്മുടെ കേരള മഹാസംസ്ഥാനമാണ്. അതായത് 2 ലക്ഷം പേര് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൻ്റെ നല്ല 1%. നമ്മൾ ഓർക്കണം, ജനസംഖ്യയുടെ വെറും 3% മാത്രമുള്ള കേരളത്തിൽ ആണ് 2 ലക്ഷം, 24 ലക്ഷം മൊത്തം ഉണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നത്. ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ജോസ് കറിയ എന്നൊരാൾ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ, എക്കണോമിക്സ് ഫോറം എന്ന പത്രത്തിൽ എഴുതിയത്, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ സ്വർഗത്തിൽ നടന്ന വിവാഹങ്ങൾ മനുഷ്യ കോടതിയിൽ തകർക്കപ്പെടുന്ന യുവതലമുറ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞു, വിവാഹം സ്വർഗത്തിൽ ആണ്. ഇന്നെന്താ സംഭവിച്ചെന്നറിയാമോ? ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ. അതായത് എല്ലാം ബുദ്ധി കൊണ്ടളന്ന്, എല്ലാം കാണുകയും തൊടുകയും ചെയ്യുന്ന മാത്രം വിശ്വസിച്ച് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു ജനതയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. വിവാഹത്തിൻ്റെ ആധ്യാത്മിക വശം ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ വായിക്കുമ്പോഴാണ് അതിന് അർത്ഥം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. തോബിത്തിൻ്റെ പുസ്തകം ഞാൻ നിങ്ങളോട് വിവരിക്കുകയായിരുന്നു. തോബിത്ത് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 11-ാം വചനം, റാഗുവൽ അമ്മായിപ്പൻ സാറ എന്ന മകളെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകളെ ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ പുത്രിയെ ഞാൻ 7 ഭർത്താക്കന്മാർക്ക് നൽകിയതാണ്. 7 ഭർത്താക്കന്മാരും ആദ്യ രാത്രിയിൽ മുതിയടഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ഓർക്കുന്നുണ്ടോ പറഞ്ഞത്? ഉണ്ട്. ഇനിയും അതിനുശേഷം പറഞ്ഞ എന്താണെന്നറിയാമോ? എൻ്റെ മകളെ ഞാൻ നിനക്ക് തരുന്നു, കാരണം ഇവളെ നിനക്കായി സ്വർഗം നിശ്ചയിച്ചതാണ്. ഹല്ലേലൂയ. Your marriage to her has been decided in heaven. മലയാളം ബൈബിളിൽ കാണുക ആ വാക്ക് കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് വായിച്ചത്. നമുക്ക് നമ്മുടെ പരിഭാഷയിൽ ഒത്തിരി പരിമിതികളുണ്ട്, അതിലൊന്നായത്. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ വിവാഹം സ്വർഗത്തിൽ നടന്നതാണ് എന്ന് ഞാൻ പറഞ്ഞ പോലെ, നമ്മളെയൊക്കെ പരിശുദ്ധ കന്യാമറിയം ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞതുപോലെ നിന്റെ അടുത്തിരിക്കുന്ന ഭാര്യ ഭർത്താവ് ഒരു പക്ഷെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പെണ്ണ് കാണാൻ പോയി, ചെറുക്കം കാണാൻ പോയി, കല്യാണം ഉറപ്പിച്ചു, അതിനുശേഷം കൂടിക്കാഴ്ച നടത്തി, ഒത്തുകല്യാണം നടത്തി, പിന്നെ കെട്ടി. അതിന് മുമ്പേ തന്നെ തമ്പുരാൻ്റെ അടുക്കൽ നീ കെട്ടിയിരുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ കാഴ്ചപ്പാട് ഇന്ന് നഷ്ടപ്പെട്ട് മൃഗ തുല്യമായിട്ട് ഒരു പെണ്ണെ കെട്ടുക, ചെറുക്കനെ കെട്ടുക എന്ന് പറഞ്ഞാൽ വെറും ഇണചേരലായി മാറി. ഹല്ലേലൂയ. വെറും മൃഗങ്ങളെയും പക്ഷികളെയും പോലെ ഇണചേരലായി മാറി. വിവാഹത്തിൻ്റെ ദൈവിക തലം, ആധ്യാത്മിക തലം ഇന്ന് നഷ്ടമായിരിക്കുന്നു. ഈ ഭൗമികായതയും ഇന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ അതിന് ആണ്.
അദ്ദേഹം പറഞ്ഞ പോലെ പണ്ടൊക്കെ നമ്മൾ നോക്കിയ ഒരു 3-4 തലമുറയ്ക്ക് മുമ്പ് നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലോ നഗരത്തിലോ വിവാഹം മോചിക്കപ്പെട്ടത് കേൾക്കാൻ കഴിയുമായിരുന്നോ? ഇല്ല. എത്ര കുടിയനായാലും എത്ര മാനസിക രോഗിയായാലും കൂടെ ജീവിക്കുമായിരുന്നു. ശരിയാണോ? ഏതെങ്കിലും തരത്തിൽ പെണ്ണ് അയ്യോ എനിക്കവിടെ പ്രയാസം പറഞ്ഞത് അപ്പോഴമ്മ തിരിച്ചു ഓടിക്കും. എടി ചാകേണ്ടി വന്നാലും നിന്റെ ഭർത്താവിനോട് ചത്തോളാൻ. ഇന്ന് പറയാൻ ഇച്ചിരി പൊളിക്കും, ഇന്നിങ്ങി പോരടി എന്നാ പറയുന്നത്. അതും വേറൊരു കാര്യം. ഇന്ന് മാതാപിതാക്കൾ അമിത സ്നേഹം കൊടുത്ത് ലാളിച്ചു വളർത്തിയ കാരണം ഒരു കുടുംബ പ്രശ്നം മകനോ മകളോ ഉണ്ടാകുമ്പോൾ എങ്കിൽ പോരെ. ഹല്ലേലൂയ. അതായത് വിവാഹമോചനത്തിന് നേരിട്ടോ പരോക്ഷമായിട്ടോ സപ്പോർട്ട് കൊടുക്കണം. അതിന് കാരണമില്ല, 1-2 ഉള്ളൂ. അല്ലലില്ലാതെ അഴട്ടില്ലാതെ വളർത്തി. അപ്പൊ അവിടെ പോയി സഹിക്കുന്നതൊക്കെ അപ്പനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ അപ്പനമ്മയ്ക്കും പോയി കാഴ്ചപ്പാട് ആജീവനാന്തം ഒന്നിച്ച് അത് ജീവിക്കാനുള്ള ഒരു ആണ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, അത് ഈ കാഴ്ചപ്പാട് നമ്മുടെ സഭയിൽ അതായത് നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ വിവാഹമോചനത്തിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടൂ. അല്ലാത്തടത്തോളം കാലം ഇത് വളർന്നു പോകും. ഒടുവിൽ എന്താ സംഭവിക്കുക നമുക്കറിയാമല്ലോ. കുടുംബമില്ലെങ്കിൽ സഭയില്ല, രാഷ്ട്രവുമില്ല. കാരണം രാഷ്ട്രത്തിൻ്റെയും ഏത് സമൂഹത്തിൻ്റെയും അടിത്തറ കുടുംബം ആണ്. ഇന്ന് അടിത്തറയാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതെ, നീ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും വീടുകളിൽ അതെ ബന്ധത്തിൽപ്പെട്ടവർക്ക് അത് ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. അതെ, വിവാഹമോചനം. അപ്പോൾ ഞാൻ പച്ചക്കെ പറയും, ഒരു ഭാര്യയും ഭർത്താവിനെ ഒന്നാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അത് കണ്ടുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയും ഭർത്താവും കരങ്ങൾ കോർക്കുമ്പം അതെ മോതിരമിടുമ്പോൾ അല്ലെങ്കിൽ ബൈബിളെ തൊട്ട് സത്യം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് അവരെ ഒന്നാക്കുന്നത്. അത് കണ്ടുകൊണ്ട് കാണാൻ സത്യമല്ല, അത് ആധ്യാത്മിക തലം. ഈ തലമാണ് ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കണം മക്കളെ. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു ചടങ്ങായി മാറി. ഇന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റി പാട്ടി അല്ലേ? ഇങ്ങനെ മാമൂലീസ എന്ന് പറഞ്ഞാൽ അതിന് പേരിട്ടിരിക്കുന്ന മാമൂസ കല്യാണം എന്നാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധ കുരാശയെപ്പോലെ കല്യാണമാക്കി വെച്ചെന്ന് പറഞ്ഞാൽ തീറ്റയും കൂടിയും ബഹളവും. അതിൻ്റെ ആധ്യാത്മിക വശം ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ ഉള്ളതാണ്. ഇന്നത്തെ എല്ലാം കർമ്മങ്ങളായിട്ട് മാറി, വെറും കർമ്മങ്ങളായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആധ്യാത്മിക തലം ഉണരണം, അത് ഉണർത്തപ്പെടണം. അതുകൊണ്ടാണ് ആദ്യത്തെ പാട്ട് ഉണരണമേ ഉണരണമേ ദേശം ഉണരണമേ എന്ന പാട്ട് പാടി പരിശുദ്ധാത്മാവിനോട്. ഹല്ലേലൂയ. ഇത്രയെല്ലാം കരിസ്മാറ്റിക് ധ്യാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഉണർന്നിട്ടില്ല. ആത്മാവിൽ ഉണർന്നാലേ ഈ ആധ്യാത്മിക കാഴ്ചപ്പാട് വരും. അതെ, വ്യക്തിപരമായ ജീവിതത്തിലും അതെ കുടുംബ ജീവിതത്തിലും എല്ലാം. ഇനി രണ്ടാമത് എന്താ വിവാഹം അതെ തകരാൻ ഒരു കാരണം എന്ന് അറിയാമോ? ഇന്ന് ആർക്കും കുരിശ് വേണ്ട. ഇന്ന് കുരിശ് വേണ്ടാത്ത കാലത്തിലാണ്. അതുകൊണ്ട് ആ കുരിശ് രൂപം പോലും എല്ലാവരും മാറ്റി കളഞ്ഞിരിക്കുന്നത്. അവരെന്താ കുരിശ നോക്കിയേക്കാം, കുരിശില്ലേലും കുഴപ്പമില്ല. പരസ്യമായ വലിയ കുരിശ് കൊണ്ട് നോക്കിയിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കുരിശിൻ്റെ ജീവിതമാണ്. അതിൽ കൂടുതലായിട്ട് ഒരു അതെ വിവാഹിതയുടെ ജീവിതം കുരിശിൻ്റെ ജീവിതം. ഞാൻ പറഞ്ഞല്ലോ, സ്ലോവാക്യയിൽ ഞാൻ ചിലപ്പോൾ കണ്ടതാണ്. എല്ലാ കല്യാണത്തിനും വികാരിച്ചും കൊടുക്കുന്ന സമ്മാനം ഒരു കുരിശിത രൂപം. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ? മോളെ മോനെ, ഒരു വിഷയം നീ ഇവക്ക് കുരിശാകും, ഇവൾ നിനക്ക് കുരിശാകും. അപ്പോൾ കുരിശ് ചുമക്കാനുള്ള കൃപ കർത്താവ് തരട്ടെ എന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ അങ്ങനെ പറഞ്ഞാൽ പെണ്ണും ചെറുക്കനും വേണേൽ ഇറങ്ങിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നത് അതായത് ഒരിക്കൽ ഈ അവസാനത്തെ ഞാൻ പറയാൻ പറ്റൂ ഇന്നലെ അന്നറിയാം. അത് അവസാനം വെഞ്ചരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വെഞ്ചരിപ്പുണ്ട്. അത് ഏതെങ്കിലും സാധനങ്ങൾ വിശുദ്ധ കൊന്തയോ ചരടോ മതൊക്കെ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അത് വെഞ്ചരിക്കുന്നുണ്ടായിരിക്കും. കാര്യച്ഛൻ ആരാധന കഴിഞ്ഞ് ആ വെഞ്ചരിപ്പ് നടത്തുന്നതാണ്. അതായത് ഞങ്ങളുടെ സുപ്പീരിയച്ഛൻ അദ്ദേഹം. ഓക്കെ, ഞാനത് ഇന്നലെ പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. എന്നാലും ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം അല്ലേ, എല്ലാ ശനിയാഴ്ചകളിലും ഇങ്ങനെ വിശുദ്ധ വസ്തുക്കളുടെ വെഞ്ചരിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെഞ്ചരിപ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞ് കയ്യിലുള്ള കൊണ്ടയും കാശിരവും കുരിശുവും ഒക്കെ കൈ ഉയർത്തിപ്പിടിക്കൂ, ഞാനിപ്പോൾ വെഞ്ചരിക്കാൻ പോകുന്നു, വെഞ്ചരിപ്പ് കഴിഞ്ഞിട്ട് ആനാം വെള്ളം തളിക്കും, വിശുദ്ധ വെള്ളം തളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒന്നുമില്ലായിരുന്നു. അടുത്തുനിന്ന് ഭാര്യയെ പൊക്കി. ഹല്ലേലൂയ. അപ്പോൾ കപ്പിച്ചടിച്ചനാണ് അവരെ പ്രാർത്ഥന നടത്തിയത്. അല്ല, നീ അതാ ഭാര്യയെ പൊക്കി പിടിച്ചേ, അതാണ് എൻ്റെ കുരിശ്. ഹല്ലേലൂയ. അതൊന്ന് വെഞ്ചരിച്ച് കിട്ടിയാൽ മതി. അതെ, തമാശ ആണെങ്കിലും സത്യമുണ്ട്.
അതെ, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിന് കൃപയുണ്ടെങ്കിൽ എനിക്കൊന്നും ജീവിക്കാൻ സാധിക്കും. അപ്പം നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും പ്രശ്നമുണ്ടായി, ഇന്ന് അതും പോയി, കുടുംബത്തിൽ പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ. അതിൻ്റെ ഫലമായിട്ട് എന്താ? കുരിശ് ചുമക്കാനും പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ല. കാരണം കർത്താവ് കുടുംബത്തിലില്ല. വിദേശത്തൊക്കെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ നല്ല വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന റോമിൽ നിന്ന് കൊണ്ടുവന്ന പടമൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കോട്ടയത്തു നിന്നോ മാന്നാനത്തു നിന്നോ അല്ലെങ്കിൽ എറണാകുളത്തു നിന്നൊക്കെ മേടിച്ച് ഒന്നാന്തരം മാതാവിൻ്റെ ആവശ്യപ്പെട്ട് അതിൻ്റെ സ്വരൂപം വെച്ചിട്ടുണ്ടായിരിക്കും. അത് വിഗ്രഹാരാധനയാണ്. നീ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിന്റെ വീട്ടിലിരിക്കുന്ന പടമെല്ലാം വിഗ്രഹാരാധനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടോ മൂന്നോ പേർ സമ്മേളിക്കും. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഒന്നിച്ച് സമ്മേളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവിടെ വരും, ഈശോ അവിടെ പിറക്കും. ക്രിസ്മസ്. ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞത്, കുടുംബം ഓരോ ദിവസവും ക്രിസ്മസ് ആഘോഷിക്കേണ്ടതാണ്. പണക്കമില്ലാതെ വൈരാഗ്യമെല്ലാം പറഞ്ഞു തീർത്ത് ഞാൻ അത് ധ്യാനിപ്പിക്കുമ്പോൾ യൂറോപ്പിൽ പറഞ്ഞതാണ്, നിങ്ങൾ പ്രിയപ്പെട്ട ഒരു കാര്യം ചെയ്യണം, പ്രാർത്ഥനയ്ക്ക് വൈകുന്നേരം കൂടണം. അതൊന്നും ഇല്ലായിരുന്നവരൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതിന് മുമ്പ് പരസ്പരം വല്ലതുകൊണ്ട് പറഞ്ഞ് തീർത്തേച്ചുകൊണ്ടേ. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ ആൾ തീർത്ത് പരസ്പരം ക്ഷമ ചോദിക്കും. ഇനി ക്ഷമിക്കാനൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ഒരു പാഠവുമായി മാറിക്കുക. അവർ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഭർത്താവിൻ്റെ ഇടയ്ക്ക് ചെന്ന് ആരെ കൈപിടിച്ച് ചിലപ്പോൾ മുട്ടുകുത്തി ക്ഷമിക്കണം. അതെ പ്രിയമുള്ളവരെ, അങ്ങനെ ക്ഷമിച്ച് സ്നേഹത്തിലായിട്ട് അവർ സ്തുതിക്കും, പ്രാർത്ഥിക്കും. അതെ, കൊന്ത ചൊല്ലും, കഥാനമാലാഹ ചൊല്ലും, പരമിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ തുടങ്ങി. പ്രിയമുള്ള, നമുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അതൊക്കെ പോയി, നമുക്ക് വരണം. അതുകൊണ്ടുകൂടിയാണ് കുടുംബത്തിൽ പിശാച് വാഴുന്നത്. ഹല്ലേലൂയ. ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ അവിടെ വരും. ഇല്ലെങ്കിൽ ശൂന്യമായി കിടക്കുന്ന മരുഭൂമിയിൽ പിശാച് വരും. ഹല്ലേലൂയ. അതെ, പാരമ്പര്യമായിട്ട് പറയുന്ന ഒന്നാണ് മരുഭൂമിയിൽ പിശാചുണ്ട് എന്ന്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പോലും അറബികൾ പോലും അതെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നതിന് മുമ്പ് അള്ളാഹയോട് പ്രാർത്ഥിക്കും, പോകുമ്പോൾ മരുഭൂമിയിലെ പിശാച് പിടിക്കാതിരിക്കാൻ. അത് ഞാൻ കണ്ടു. നമ്മൾ ആലപ്പുഴയൊക്കെ ചെന്നപ്പം മുക്കവർ പോകുമ്പം കടലിനകത്ത് പിശാചുണ്ട്. അപ്പം കടലിലെ പിശാച് പിടിക്കാതിരിക്കാനായിട്ട് അത് ചെന്ന് മാതാവിൻ്റെ അടുക്കലും ഔഷധപിതാവിൻ്റെ അടുക്കലൊക്കെ പ്രാർത്ഥിച്ചാൽ അന്തോനീശുവിൻ്റെ അടുക്കലും പ്രാർത്ഥിക്കും. എന്നിട്ടാണ് വള്ളത്തെ പോകുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ ഞാനവിടെ കാണുകയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇന്ന് അതൊക്കെ പോയി. അപ്പോൾ ഈശോയെ വിളിച്ചാൽ ഈശോ വരും. ഇല്ലെങ്കിൽ ശൂന്യമായ കടലിൽ, ശൂന്യമായ മരുഭൂമിയിൽ മറ്റവൻ വരും. മറ്റവൻ വരുന്നത് എന്തിന്? ഭിന്നിപ്പിക്കാൻ. ഹല്ലേലൂയ. യേശു വരുന്നത് ആത്മാവിനെ നൽകി സ്നേഹത്തിൽ ഒന്നാക്കാൻ. ഇന്ന് അതിൻ്റെ കുറവ് വന്നു. നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പ്രിയ മാതാപിതാക്കൾ നോർത്തി, നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടോ? ആ പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ ഈശോ ഇല്ലാത്തതും അതുകൊണ്ട് ഫലമായിട്ട് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അതൊരു ക്രിസ്ത്യാനിക്ക് യോജിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ഇതൊക്കെ നിങ്ങൾ പ്രസംഗത്തിൽ കേട്ടിട്ടുള്ളതാണെങ്കിലും ചുമ്മാ ഇപ്പം മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചോണ്ട് ഇപ്പം കർത്താവ് കാണിച്ചു തന്നാൽ പല കത്തോലിക്ക കുടുംബത്തിലെ ഫ്രിഡ്ജിലും മദ്യവിരിപ്പുണ്ട്. ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കാൻ മാലപ്പടക്കം വഴിയിൽ നിന്ന് പിള്ളേർക്ക് മേടിച്ചു കൊടുക്കും. തന്തയും തള്ളയും കുടിക്കും വിസ്കിയും ബ്രാൻഡിയും. ആ ക്രിസ്മസായി അവിടെ എനിക്ക് ഇവിടെയൊക്കെ പ്രസംഗിക്കാൻ എനിക്കൊരു ഉത്സാഹമില്ലാത്ത സത്യം പറയട്ടെ. ഇതൊക്കെ കേട്ടേച്ചു പോകുന്നതല്ലാതെ. പ്രിയമുള്ള, ഞാൻ യൂറോപ്പിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത്, യൂറോപ്പിലൊക്കെ നിനക്കറിയത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമാണ് കുടിക്കുക എന്നുള്ളത്. എല്ലാ മേശപ്പുറത്തും കുടിശാനങ്ങൾ വെച്ചുകൊണ്ട് ഇഷ്ടമുള്ള കുടിക്കാൻ. അങ്ങനെയുള്ള സ്ഥലത്താണ് വചനം കേട്ടിട്ട് അവർ വീടുകളിൽ ചെന്ന് വിസ്കി ബ്രാൻഡി എല്ലാം പൊട്ടിച്ച് കളയുന്നതും അത് ഇനിമേലിൽ വീട്ടിൽ ഞങ്ങൾ മദ്യം വയ്ക്കലാൻ തീരുമാനിക്കുന്നതും കുടിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതും. അങ്ങനെയുള്ള ശീമക്കാരുടെ ഇടയിലാണ് ഞാനിപ്പോൾ കഴിഞ്ഞ 27 കൊല്ലം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വയ്യായെങ്കിലും അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ പലരും ചോദിച്ചു, അച്ഛാ ഈ വയ്യാതെ ഇവിടെങ്ങാനും കിടന്നാൽ പോയിരുന്നത് എന്തിനാ? നിങ്ങളെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലും കണിശമായിട്ടും. കാരണം ഇവിടെ ആധ്യാത്മികതയില്ല. ഇതല്ല, ഇവിടെ ഒത്തിരി പ്രസംഗങ്ങളുണ്ട്, ധ്യാനാശ്രമമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വചനം കേൾക്കുകയുള്ളൂ. അത് ഒരു വശത്ത് കേൾക്കും, മറ്റേ വശത്തൂടെ ഇറങ്ങിപ്പോവും. അല്ലേ? ഹൃദയത്തിലേക്ക് വചനം പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, 4788 വിവാഹമോചനങ്ങൾ
കോടതി ചെന്ന് അസാധുവാക്കി അവർ ഒന്നിച്ച് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അത് ഒഫീഷ്യലായിട്ട് എനിക്ക് അറിയാവുന്നത്, അറിയാത്തവരെ കാണും. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ വാക്ക് കേൾക്കുമ്പോഴേ അവർ മാനസാന്തരപ്പെടും. അതിന് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ. അച്ചാറ് ബൈബിളിലുണ്ടോ? ഉണ്ട്. എനിക്ക് കർത്താവല്ലേ പറഞ്ഞത്? അതേ മക്കളെ. അപ്പോൾ ഞങ്ങൾ പാപത്തിലാണോ? അതെ. പാപത്തിൽ ജീവിച്ചാൽ നരകത്തിൽ പോവോ? കണിശമായിട്ടും. എന്നാൽ ഞങ്ങൾ രമ്യപ്പെടാച്ച. ഒന്നെങ്കിൽ അവൻ പോവും, ആ പെണ്ണ് ധ്യാനത്തിലില്ലെങ്കിൽ. ഉണ്ടെങ്കിൽ ചെന്ന് ക്ഷമ ചോദിക്കുക, അല്ലെ അവരുടെ ചെന്ന്. എന്നിട്ട് രണ്ടുപേരും രമ്യപ്പെടും, പോയി കുമ്പസാരിക്കും. കോടതി പോയി അവരുടെ വിവാഹമോചനം ക്യാൻസൽ ചെയ്യും. ഹല്ലേലൂയ. ഇത് കാണുമ്പം ഒരു ധ്യാനഗുരുവായ എനിക്ക് സന്തോഷമുണ്ട്. ഒരു നിങ്ങൾ ചിന്തിച്ച് ഇവിടെ ഇതെല്ലാം കേട്ടാലും പറഞ്ഞെല്ലാവരും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, എൻ്റെ ഈഗോ എൻ്റെ ഭർത്താവിന് ഞാൻ കൊടുക്കില്ല. എൻ്റെ ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഭർത്താവിനങ്ങനെ സമർപ്പിക്കാൻ. അതൊക്കെ പഴയകാലത്ത്, ഇപ്പം പറ്റില്ലെന്ന്. കാരണം രണ്ടുപേരും ഭിന്നിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവൾ എൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, അവന് ഇച്ചിരി കോവും അരിശവും ദേഷ്യവും പണത്തോട് സ്നേഹവും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതൊക്കെ ക്ഷമിച്ച് എൻ്റെ പൊന്നുമോളെ ജീവിക്കും. എൻ്റെ ഈഗോ, എനിക്ക് എൻ്റെ ഈഗോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാണ്, അല്ലേ? എൻ്റെ അഹം. നിന്റെ അഹം തകർക്കാതെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നോക്കൂ, അഹം തീർത്ത മണ്ടനെ. അതാണ് ഈശോ, അല്ലേ? തൻ്റെ അഹം എന്തായിരുന്നു? ദൈവം. ആ അഹം തകർത്ത് മനുഷ്യനായി, മനുഷ്യൻ്റെ പാപമായി അവൻ പാപിയെപ്പോലെ ആയിത്തീർന്നു. എന്നിട്ട് അത് പാപികൾക്കും, അതും കഠിന പാപികൾക്ക് കിട്ടുന്ന ശിക്ഷ ഏറ്റെടുത്തു. അതെ പ്രിയമുള്ളവരെ, എന്നിട്ട് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയാ. അവനെ അനുഗമിക്കുന്നവരല്ല എങ്കിൽ നമ്മൾ എങ്ങനെ ക്രിസ്ത്യാനിയാകും? അതെ, ഞാൻ എൻ്റെ ഈഗോ തകർക്കണം കഥാ. ഇതിന്ന് ഭാര്യ ഭർത്താക്കന്മാർക്ക് പറ്റുന്നില്ല. അതിനൊരു കാര്യം മാതാപിതാക്കളും കൂടെ, അതായത് സഹനത്തിലൂടെ മക്കളെ വളർത്തിയില്ല. എല്ലാം കൊടുത്ത് താലോലിച്ച് വളർത്തി. ഞങ്ങൾക്കുണ്ടായ ദുഃഖം മക്കൾക്കുണ്ടാകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം കൊടുത്തു വന്നുകൊണ്ട് പണത്തിൻ്റെ വില അറിയത്തില്ല, സഹനത്തിൻ്റെ വില അറിയത്തില്ല, ജീവിതത്തിൻ്റെ വിലയും അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ പുര നിറഞ്ഞ് ആണുങ്ങളും പെണ്ണുങ്ങളും നിൽക്കുക. ഇവിടെയാണ് മറ്റൊരാൾക്ക് എൻ്റെ ജീവൻ കൊടുത്തുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പരസ്പരം മനസ്സിലാക്കാൻ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഹല്ലേലൂയ. കല്യാണം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ഹല്ലേലൂയ. തന്നെ ജീവിത പങ്കാളിക്ക് ഒരു ഹോമിക്കൽ ആണ്. ഒരു ഹോമിക്കൽ. ഇന്ന് കല്യാണം എന്ന് പറയുന്നതാണ്, അതെ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് പകരം ഒരു തരത്തിൽ അങ്ങനെ കഞ്ഞി കുടിക്ക് പോകുന്നു, സെക്സ് ഒക്കെ ഉണ്ട്, മക്കളും ഉണ്ടാകുന്നു. ഒരു കൂട്ട് കച്ചവടം പോലെ ഒരു ബിസിനസ്സാണ്. ഇന്നെല്ലാം ബിസിനസ്സിൻ്റെ കാലഘട്ടമാണ്. ആ നിലവാരത്തിലേക്ക് കല്യാണം, വിവാഹം താന്നുപോയി. ഹല്ലേലൂയ. അതാണ് മൃഗീയ ഇണചേരൽ എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് തോബിത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുമെന്ന് എനിക്കറിയാം. തോബിത്ത് 8-ാം അധ്യായം. അവർ വിവാഹം കഴിച്ചു, സാറായെ കെട്ടി തോബിത്ത്. ഇനിയും ആദ്യം ചെയ്ത് എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുക. ബെഡ് കിടക്കാൻ പോകുന്നതിന് മുമ്പ്, സംയോഗം നടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. 5 മുതൽ വചനം കേൾക്കൂ. തോബിയാസ് ഭാര്യയോടുകൂടെ, സാറായുടെ കൂടെ എഴുന്നേറ്റ് നിന്ന് കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു. പ്രഥമ രാത്രി ഓർത്തോണം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാട്ട്, അവിടുത്തെ വിശുദ്ധവും മകനീയവുമായ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തിപ്പുകഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം മുഴുവൻ ഉണ്ടായി. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നു അന്നല്ല, അവന് വേണ്ടി അവനെപ്പോലെയുള്ള തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്തോടെ അല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. ആമേൻ. ഇവിടെ പ്രേമം എന്നുള്ള വാക്കുപോലും എൻ്റെ കർത്താവ് ഉപയോഗിക്കാത്ത നാടാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ പാവ, അത് ഹിന്ദി വാക്കാ. പ്രേം എന്ന് പറഞ്ഞാൽ, പ്രേമം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ നിഷ്കളങ്കമായ സ്നേഹം. പറയാണ്, ഞാൻ ഇവിടെ കെട്ടുന്നത്
വേറെ യാതൊരു ജഡികമല്ല, പണമല്ല, സൗന്ദര്യമല്ല, ശാരീരിക ഭംഗിയല്ല, ജഡികമായ സന്തോഷിക്കാമെന്നില്ല. പിന്നെയോ ഇവിടെ പരിശുദ്ധമായ സ്നേഹത്താ. ഇപ്രകാരം എത്ര വിവാഹം കേരളത്തിൽ നടക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ നല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ, ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരണം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിൽ എത്തുന്നതിന് അവിടുന്ന് തന്നെ അനുഗ്രഹിച്ചാലും. എന്ത് പരിശുദ്ധമായ പ്രാർത്ഥന! വാർദ്ധക്യത്തിൽ എത്തുന്നതും വരെ ഇവളുമായിട്ടൊന്ന് ജീവിക്കാൻ കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേരെ നോക്കിയിരിക്കുന്ന ഭാര്യയൊന്നും മരിച്ചാൽ രണ്ടാമത് കെട്ടാമെന്ന് വിചാരിച്ച്. ഹല്ലേലൂയ. അത് ഇവളെ കെട്ടിയല്ലോ എന്നോർത്ത് പരിതപിച്ചുകൊണ്ട് പറയാൻ, നിന്നെയല്ല വേറെ വല്ലവരും കെട്ടേണ്ടി വരും. ഇതൊക്കെ പറയുന്നതാണ്. ഈ വാക്കുകളെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്ന അല്ലേ? എത്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നനച്ചിട്ടുണ്ട്. ഇതൊക്കെ പാപമാണ് മക്കള്. ഇവരെ അല്ലാതെ വേറൊരാളെ ആയിരുന്നെങ്കിൽ, ഇവളെ അല്ലാതെ വേറൊരാളെ ആണെങ്കിൽ വ്യാമോഹിക്കുന്നതോ ചിന്തിക്കുന്നതും പാപമാണ്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, പാപം പ്രവൃത്തി മാത്രമല്ല. നമുക്ക് ഇതൊക്കെ ധ്യാനിക്കാം, ചിന്തിക്കാം. കുടുംബജീവിതത്തെപ്പറ്റി ഏറെ പറയാനുണ്ടെങ്കിലും ഇനി നമ്മൾ കേൾക്കണം. അതെ, ഇവിടെ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഭാഗം കൂടെ വായിച്ച് നിർത്തുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മറിയം ഗർഭം ധരിച്ചു എന്നറിഞ്ഞപ്പോൾ എന്താണ് ജോസഫിനുണ്ടായ പ്രതികരണം? അവളെ അപമാനിതയാക്കാതിരിക്കാൻ നീതിമാനായ ജോസഫ് രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. ഡിസൈഡഡ്. ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ജോസഫ്. കാരണം ഞാൻ തൊട്ടിട്ടില്ലാത്ത പെണ്ണ് ഗർഭിണിയാണ് വന്നത്. ഈ പഴയ പരിശുദ്ധാത്മാവ് വഴിയാണ്. ഈ കൈശമാറ്റിക്കെല്ലാം കൂടിയിട്ടുകൊണ്ട് പരിശുദ്ധാത്മാന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ? അയാൾ പോയി കടന്നു, വിഷമിച്ചു. ദൈവമേ, ഞാൻ പ്രേമിച്ച് അത് കല്യാണം കഴിച്ച പെണ്ണ് ഗർഭിണിയായിരിക്കും, ഞാൻ അറിയാതെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. നമ്മളാണെങ്കിൽ ആ സമയത്ത് പോയി നല്ല പട്ടയടിച്ച് സുഖമായിട്ട് ഉറങ്ങാൻ നോക്കിയാണില്ലേ? ആ വിഷമം സഹിക്കാൻ മേലാഞ്ഞിട്ട് അച്ഛ, ഞാൻ കള്ളു കുടിക്കുന്നത് സഹിക്കാൻ മേലാഞ്ഞിട്ട് അച്ഛ. എത്ര പേരാ ഇവിടെ വന്ന് പറയുന്നത്? സഹനമൊക്കെ ഒന്ന് ഒതുക്കാനാ കള്ളു കുടിക്കുന്നത്. വസ്തുത അന്നം ജോസഫ് 2 കുപ്പി കുടിക്കേണ്ടതായിരുന്നു. തമ്പുരാൻ കഴിച്ചു. ജോസഫ് മലയാളി അല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ പോയി പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്കറിയത്തില്ല എന്താണ്. അവിടെ ദൈവം ആ പരിശുദ്ധമായ സ്വപ്നം വെറും സ്വപ്നമല്ല, ആ സ്വപ്നം കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അത് തിരിച്ചറിയാൻ വിവേചനാപരമുണ്ടായിരുന്നു അവന്. അതിന് കാരണം അവൻ നിഷ്കളങ്കനും പരിശുദ്ധനുമായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ മറിയത്തെ പറയും നന്മ നിറഞ്ഞവളായിരുന്നു. പലപ്പോഴും ജോസഫിനെ മറന്നുപോകും. അതിലും നന്മ നിറഞ്ഞവനായിരുന്നു ജോസഫ്. ഹല്ലേലൂയ. അത്രയും നിഷ്കളങ്കന ഉണ്ടായതുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ ആ സ്വപ്നം വിവേചിച്ചറിയുവാനും അതിൻ്റെ സന്ദേശം ആത്മന സ്വീകരിക്കാനും സാധിച്ചു. സത്യമല്ലേ? നീന്റെ ഭാര്യ ഗർഭം ധരിച്ച പരിശുദ്ധാത്മാവ് വഴിയാണ്. കേട്ടു, സന്തോഷമായി. നീ അവന് പേരിടണം. ആരാ പേരിടുന്നത്? അപ്പൻ എന്ന് പറഞ്ഞാൽ ദൈവപിതാവിൻ്റെ സ്ഥാനമാണ് കിട്ടുന്നത്. നമ്മൾ വളർത്തുപിതാവ് എന്ന് പറഞ്ഞാൽ ഔഷപിതാവ് പിതാവിൻ്റെ സ്ഥാനം, ദൈവപിതാവിൻ്റെ സ്ഥാനമാണ്. പേരിടുന്ന ആളാപ്പൻ. ഹല്ലേലൂയ. അപ്പൻ്റെ അവകാശമാണ് പേരിടുക. അവൻ ഈശോ എന്ന് പേരിടണം. പിന്നീട് അവൻ എമ്മാനുവേൽ എന്നറിയപ്പെടും. ഈ വലിയ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു അവൻ ആ വേദനയിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ. ഹല്ലേലൂയ. ഇവിടെയാണ് കർത്താവിനോട് കൂട്ടായിട്ട് വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ 1 സാമുവേൽ അധ്യായം 1 ഹന്ന പ്രാർത്ഥിച്ചതുപോലെ മക്കളില്ലായിരുന്നു, ചങ്ക് പൊട്ടി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പം അവിടെ ചിരി അനങ്ങുന്നുണ്ട്, ശബ്ദമില്ല. വിചാരിച്ചു വന്നു. ഏലി എന്ന് പറയുന്ന പുരോഹിതൻ വന്നു. കള്ളു കുടിച്ച കണ്ടിലേക്ക് ചിരി അനങ്ങുന്നുണ്ട്, ശബ്ദവും ഇല്ല. എടീ പെണ്ണെ, എത്ര നാളെ ഇങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കുന്നത്? അവൾ പറഞ്ഞെന്താ? ഞാൻ എൻ്റെ ജന്മത്തിൽ മദ്യപിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് കർത്താവിനോട് സംസാരിക്കുകയായിരുന്നു. ഭാഷാപരം എന്ന് പറഞ്ഞാൽ ഇതാ. ഹല്ലേലൂയ. ഹൃദയത്തീന്ന് അതെ, ആ ഹൃദയം തുറന്ന് ഹൃദയം മലർത്തി കാണിക്കുക, ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇതൊക്കെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അതുപോലെ ഔഷേപ്പും ആ പ്രശ്നം, കുടുംബ പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പം ദൈവം അവിടെ ഇടപെട്ടു. ഹല്ലേലൂയ.
അതെ, അവിടെ നമുക്കറിയാം ഏലി എന്ന പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞു നിനക്ക് അടുത്ത വർഷം കുട്ടി ഉണ്ടാവുന്നു. ഹല്ലേലൂയ. ഇവിടെ നേരിട്ട് കർത്താവ് സംസാരിക്കുന്നു ഔഷേപ്പിനോട്, നമുക്കറിയാം. പിന്നെ അവരെങ്ങനെ പോയി ചെയ്തു. ഇനി അത് കഴിഞ്ഞോ ബുദ്ധിമുട്ടൊന്നുണ്ടായി കാണും. ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് കല്യാണം കഴിച്ച് കൂടെ ശയിക്കാതെ ഒരു കുട്ടി ഉണ്ടായാലും കൊണ്ട് നടക്കുമ്പോൾ ആളുകൾ എനിക്ക് എന്ത് പറഞ്ഞു കാണും? ഉണ്ണാക്കൻ, അല്ലേ, പങ്കോന്തൻ. കണിശമായിട്ട് ജോസഫിനെ കളിയാക്കിയിട്ടുണ്ട് പലരും. മറിയത്തെയും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അതായത് യഹൂദന്മാർ പറഞ്ഞതാണ് ഞങ്ങൾ ജാരസന്തതികളൊന്നുമല്ല. ഹല്ലേലൂയ. ഈശോയെ 3 പേരെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം ദൈവികമനുസരിച്ച് ജീവിച്ചപ്പോൾ. ഇതൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ. ഇനി അതും പോട്ടെ, ഗർഭിണിയായ അവളെയും കൊണ്ട് ബേത്ലഹേമിലേക്കുള്ള പോക്ക്, സഹനം. ഇനി അതിനുശേഷമോ കൊലവിളി, ഹെറോദസിന്റെ കൊലവിളി. എങ്ങനെയും കുട്ടിയെ രക്ഷിക്കണം, കുടുംബത്തെ രക്ഷിക്കണം. പോവാണ് ഈജിപ്തിലേക്ക്, വേറെ ദേശത്തേക്ക്. ഭാഷ അറിയത്തില്ല, സംസ്കാരം അറിയത്തില്ല, അറബി നാട്ടിലേക്ക് പോകാം. ഒന്ന് ആലോചിച്ച് എന്ത് സഹനം. അവിടുന്ന് കർത്താവിൻ്റെ അരുളപ്പാട് കിട്ടുന്നതിന് വരെ ജോസഫ് അവിടെ താമസിച്ചു. പിന്നെ കുടുംബമായിട്ട് വന്ന് ഗലീലയിൽ താമസിക്കുന്നു, ആശാരിപ്പണിയും ചെയ്ത്. ഹല്ലേലൂയ. വേണമെങ്കിൽ ഈജിപ്തിലെ വിദേശത്ത് നല്ല ജോലി കിട്ടിയേനെ. ഇപ്പം നമ്മുടെ നാട്ടുകാർ പോകുന്ന പോലെ അയർലൻഡിലോ UK അത് വരുന്നവരുടെ 90% എൻ്റെ മഞ്ഞാക്കച്ച വന്ന് പ്രാർത്ഥിക്കണേ അയർലൻഡിൽ പോകാനായിട്ടുള്ള പ്രാർത്ഥന, അത് അമേരിക്കയ്ക്ക് പോകാനുള്ള പ്രാർത്ഥന. ഇപ്പം അമേരിക്കയ്ക്ക് പോക്ക് നിർത്തി. ഇപ്പം എല്ലാം ജർമ്മനിക്കും അയർലൻഡും UK ആമേൻ എന്ന് പറഞ്ഞവർ വേണമെങ്കിൽ ജോസഫിന് ആ തച്ചപ്പണി അവിടെ ചെയ്താൽ ഡബിൾ കാശ് കിട്ടിയാണ്. സ്വന്തം നാട്ടിൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ലായിരുന്നു. അന്ന് സ്വന്തം നാട്ടിലാ ആ വിഖ്യാതിയെല്ലാം പറയുന്നതും. സ്വന്തം നാട്ടിലാണ് അത് കുരിശുമരണം ഉണ്ടാകാൻ പോകുന്നതും. അവിടെ സുഖമായിട്ട് കഴിയാമായിരുന്നു അവിടെ ഈജിപ്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ് നമ്മൾ. അതെ, ആ സഹനങ്ങൾ സഹിക്കുന്നു. ഇവിടെയാണ് പ്രിയ അപ്പ, അമ്മ, മാതാപിതാക്കളെ. അതെ, ഒരു കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ സഹനമാണ്, കുരിശെടുക്കൽ ആണ്. ഇന്ന് അതും പോയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറ, കൊച്ചു തലമുറയ്ക്ക് കുരിശെടുക്കാൻ കഴിയുകയില്ല. എന്തിനാ കെട്ടുന്നത്? കെട്ടിയ പെണ്ണ് പറയുന്ന പോലെ ജീവിക്കണം, ചെറുക്കൻ പറയുന്ന പോലെ ജീവിക്കണം. എനിക്കെൻ്റെ ഈഗോ